ഇതിൻ്റെ പേസ്റ്റ് തേച്ച് പതുക്കിയാണ് അതിൽ എല്ലാ ഭാഗത്തും ഫുള്ളായി തേക്കാനുള്ള പേസ്റ്റ് ഇടയിലിടയിൽ തേച്ചുകൊണ്ട് ഫുള്ളായി തേച്ചാൽ നമ്മൾ പതിക്കുമ്പോൾ അത് പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ ഇടവിട്ട് ഇതിന് കറക്റ്റ് ലെവലിനനുസരിച്ച് നമ്മൾ തേച്ച് അതിനെ കറക്റ്റാക്കി വേണ്ട അവിടെ തേച്ചുകൊണ്ട് താഴത്തെ ജോയിൻറ്റ് കറക്റ്റായി നോക്കിയും കൊണ്ട് താഴത്തുള്ള ജോയിൻറ്റ് നമ്മൾ കറക്റ്റായി നോക്കുക. താഴത്തുള്ള ജോയിൻറ്റ് കറക്റ്റായി നോക്കിക്കൊണ്ട് നമ്മൾ അതിനെ ചേർത്ത് വെച്ചു. കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത വേറൊരു പീസുണ്ട്, അതാകുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും, മൂലമട്ടം കറക്റ്റായിരിക്കും. ആ പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തട്ടുന്നത്. 3 സൈഡും തട്ടിയ കറക്റ്റ് ലെവലായിരിക്കും. ഈ മൂലമട്ടം തിരിഞ്ഞ പീസാണിത്. കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത പീസ് തന്നെ എടുത്തിരിക്കുന്നത്. കറക്റ്റ് മൂലം ആകുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും, വളവോ തിരിവോ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയി വരും. നമ്മളതുപോലെ എല്ലാ പീസുകളും ഇതുപോലെ പേസ്റ്റ് വേണ്ട പോലെ തേച്ചിട്ട് എല്ലാവിടെയും ഫുള്ളായി തേക്കുന്നില്ല, വേണ്ട ആവശ്യത്തിന് മാത്രം തേച്ച് കറക്റ്റാക്കി ആ ജോയിൻറ്റ് നോക്കി കറക്റ്റായി നമ്മളതിന് ചേർത്തി പതിക്കുകയാണ് എല്ലാം. അതേപോലെ നമ്മൾ ആ കട്ടിങ് ചെയ്ത പീസ് തന്നെ വെച്ചിട്ട് തട്ടണം. നമ്മൾ വേറെ ക്രോസ് ആയിട്ടുള്ള പീസുകളൊന്നും വെച്ച് തട്ടാൻ പറ്റില്ല. അപ്പോൾ നോക്കി ആ ടൈല് ചരിവോ എന്നുള്ളത് കറക്റ്റ് സ്ട്രെയിറ്റ് മൂലമട്ടം കറക്റ്റായിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് ആ പീസ് തന്നെ വെച്ച് തട്ടുന്നത്. നമ്മൾ പേസ്റ്റ് തേക്കുന്നതും ആവശ്യത്തിന് മാത്രം, എല്ലാവിടെയും കൊണ്ട് ഫുള്ളായി തേക്കുന്നില്ല. ഫുള്ളായി തേച്ചാൽ നമ്മൾ അത് പ്രസ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരും. ഇതാകുമ്പോൾ എവിടേക്കും വരില്ല കൂടുതൽ. അപ്പോൾ നമ്മൾ അതേപോലെ തട്ടി 2 പീസും അതേപോലെ നേരത്തെ വെച്ചിരിക്കുന്ന ജോയിൻറ്റും കറക്റ്റായി നോക്കി ഇതിന് തട്ടി അതേപോലെ ലെവലാക്കിയാൽ കറക്റ്റായിരിക്കും. വളവോ തെരുവോ ഒന്നും ഉണ്ടായില്ല. കറക്റ്റ് മൂല തിരിഞ്ഞ പീസ് വെച്ചിട്ടാണ് തട്ടി കറക്റ്റാക്കിയത്. അപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇതിൻ്റെ മുകൾ വശമൊക്കെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് തന്നെ കംപ്ലീറ്റ് അടയ്ക്കുക. മുകൾ ഭാഗം മാത്രം പേസ്റ്റ് വെച്ച് ഫുള്ളായി അങ്ങോട്ട് എല്ലാം മൊത്തത്തിൽ അങ്ങോട്ട് എല്ലാവിടെയും അടച്ച് ഫിനിഷിങ് ആക്കുന്നത്. നമ്മൾ കട്ടിങ്ങാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഫുള്ള് കട്ടിങ്